റൂം നമ്പർ 23 സർവേ ചെയ്ത് നിന്നിട്ട് ബാക്കിയുള്ളവർ പുറകോട്ട് മാറിയതേ. എന്റെ പേരെന്താ? വർഗീസ് ജോസഫ്. വർഗീസ്, ഈ ഇരിക്കുന്ന പെൺകുട്ടി അറിയോ? അറിയും. എങ്ങനെ, മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, ഇവിടെ താമസിക്കാൻ വന്നപ്പോ കണ്ടുള്ള പരിചയമാ. ഈ കുട്ടിയുടെ മുറിയിൽ സെർവിങ്ങിന് എത്ര വട്ടം പോയിട്ടുണ്ടാവുന്ന? അത് കൃത്യമായിട്ട് പറയാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട് സാർ. അവിടെ വന്ന ഗസ്റ്റുകൾ എത്ര പേരുണ്ടാവും ഏകദേശം? അത് ഒത്തിരി പേര് വന്നു പോയി സാർ. എങ്ങനെ വന്നിട്ട് ഉടനെ അങ്ങ് പോവുകയാണോ? ഈ വരുന്ന ഗസ്റ്റുകൾക്ക് എന്താണ് വർഗീസ് സാധാരണ സെർവ് ചെയ്യാറുള്ളത്? ചിലര് ലിക്കർ ഓർഡർ ചെയ്യും, ചിലര് ബിയർ, ചിലര് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ടിപ്പ് തരാറുണ്ടോ ഇവരൊക്കെ? ഉവ്വ്. ഏറ്റവും കൂടുതൽ ടിപ്പ് തന്ന ആരാ? അത് കോലഞ്ചേരി എന്ന് വന്ന അഗസ്ത്യൻ സാറാ. വക്കീലാന്നാ പറഞ്ഞേ. മൂപ്പര് 3000 2000 ഒക്കെ തന്നിട്ടുണ്ട് പലവട്ടം. ഈ അഗസ്റ്റിൻ വക്കീല് എത്ര വട്ടം വന്നു പോയി? 3-4 വട്ടം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോ അഗസ്റ്റിൻ വക്കീലിന്റെ കയ്യിൽ നിന്ന് തന്നെ കാശിത്തിരി ഉണ്ടാക്കി അല്ലേ? ഇതിലാരാ സ്വാമിനാഥൻ? ഞാനാണ് സാർ. സ്വാമിനാഥന്റെ പേരിൽ ചില കംപ്ലൈന്റുകളൊക്കെ മാനേജർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സ്വാമിനാഥ. എന്താണ് സ്വാമിനാഥന്റെ പേരിലുള്ള കംപ്ലൈന്റ്? തന്റെ പേരിൽ ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകളിൽ ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് ചോദ്യം മനസ്സിലായില്ലേ? ക്ലോസ് ചെയ്ത മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. എന്നിട്ട് സ്വാമിനാഥൻ എന്താണ് കണ്ടത്? അത് ആരായിരുന്നു ഇപ്പൊ മുറിയിൽ ഉണ്ടായിരുന്നത്? പേരറിയില്ല സാർ. അവിടെ ഇപ്പൊ എന്താ നടന്നോണ്ടിരുന്നത്? പറയുന്നോ അതോ ഞാൻ പറയിക്കണം? ആവുന്ന സാറും ഈ കൊച്ചും കൂടി പറയടാ. ആദ്യം സാർ ഈ കൊച്ചിന്റെ കൈ പിടിച്ച് മടിയിലിരുത്തി. ബാക്കി എന്റെ മോളെ കൊണ്ട് പറയിപ്പിക്കാം സാർ. ഒളിഞ്ഞു നോക്കി കണ്ട അയാളൊക്കെ വിസ്തരിച്ച് അവൾക്ക് പറയാൻ പറ്റും. മിസ്റ്റർ, ഇത് കേസ് അന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഈ നടന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഞങ്ങൾ കൂടെ ബോധ്യപ്പെടണമല്ലോ. അല്ലാതെ അവരുണ്ടായിരുന്നു ഇവരുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞ കണ്ണട വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കണ്ണിക്കണ്ട പത്രക്കാരും ടി വിക്കാരും ഒക്കെ വിശ്വസിച്ചിട്ടിരിക്കുക ഞാനും എന്റെ മോളും. ഈ ഇരിക്കുന്ന പെൺകുട്ടി എന്റെ മോളാണ് സാർ. എന്റെ ചോരയെ പറഞ്ഞ മോള്.